പട്ടിക്കാട് കോളേജിൽ ഷെയ്ഖുന ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദഹു വഖദ്ദസ റൂഹഹു, കോട്ടുമൽ ഉസ്താദ് നവറല്ലാഹു മർക്കദഹു വഖദ്ദസ റൂഹഹു, കെ ഹളറത്ത് ഉസ്താദ് നവറല്ലാഹു മർക്കദഹു വഖദ്ദസ റൂഹഹു, ഇവരൊക്കെ ഉള്ള സമയത്ത് വ്യാഴാഴ്ച വരാൻ കാത്തിക്കാണ്. എന്തിന്? വീട്ടിൽ പോകാനല്ല, ലൈബ്രറി കയറാന്. ക്ലാസ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടംപോലെ ലൈബ്രറി ഉപയോഗിക്കാൻ പറ്റൂല. അവിടെ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വ്യാഴാഴ്ച ആയാൽ നാട്ടുപോക്കും പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ലൈബ്രറി കയറാനും പഠിക്കാനും ആശ്വാസത്തിൽ ചിന്തിക്കാനും മുതാല ചെയ്യാനും ഹവാശി ശുറൂഹ് നോക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു നിയ്യത്തുള്ളത് കൊണ്ട് അള്ളാന്റെ തൗഫീഖാണ്. എന്തുകൊണ്ട്? നിയ്യത്തിന്റെ തൗഫീഖ്. അതിന്റെ പുറമെ പൂക്കോയ തങ്ങളുടെ ദുആ. കഷ്ടപ്പെട്ട് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത സമയം, ധരിക്കാൻ വസ്ത്രമില്ലാത്ത കാലം, ബസ്സിന് പോകാൻ കാശില്ലാത്ത കാലം, എന്നെ സംരക്ഷിച്ച എന്റെ ഇളയമ്മ അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ, തങ്ങളെടുത്ത് കൊണ്ടുപോയി സങ്കടം പറഞ്ഞു. തങ്ങൾ തലയിൽ കൈവച്ച് ഇവൻ വലുതാകും, അല്ലാഹുവേ നാളെ മരിച്ചു ചെല്ലുമ്പോ നീ വലുതാക്കണേ. ഇവിടുത്തതൊന്നും പ്രശ്നമില്ല, തങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള സന്തോഷം. ബസ്സിന് പോകാൻ കാശില്ല, 2 ഉറുപ്പ്യ അന്ന് അത് തങ്ങൾക്ക് കൊടുത്തപ്പോ ഒരു മടിയില്ലാതെ സ്വീകരിച്ചു. വലിപ്പ് തുറന്നിട്ട് ആ 2 കണ്ടിട്ട് 5 ഇങ്ങോട്ട് തന്നു. അല്ലാഹുവേ ഞങ്ങളെയൊക്കെ നന്മയിലേക്ക് നയിച്ച ആൾക്കാര്, അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഖാത്തിമത്ത് നന്നാക്കണേ പടച്ചോനെ. അവസാനം നന്നായി തീരണം. ഞങ്ങളൊക്കെ ആ ചിന്തയിലാണ്, പ്രായമുള്ള ആൾക്കാരൊക്കെ ആ ചിന്തയിലാണ്. പണ്ട് പൂക്കോയത്തങ്ങൾ പറഞ്ഞതുപോലെ ബാഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും കൂടി ഒരു പരിപാടി കഴിഞ്ഞ് കുടപ്പനക്കൽ വന്നു. സമയം തെറ്റിപ്പോ അവിടെ ഉറങ്ങുകയെന്ന് വെച്ചു. അപ്പോഴും ആൾക്കാർ കാത്തിക്കാണ്. അപ്പൊ പൂക്കോയ തങ്ങളോട് ബാഫക്ക് തങ്ങൾ പറഞ്ഞു, ഇത്രേ പൂക്കോയ അവനാന്റെ തടിയും വേണം നോക്കുകയെന്ന്. അപ്പൊ പൂക്കോയ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത്രേ പോണോടത്തോളം പോട്ടെ. ആൾക്കാരെ കേട്ട് ആൾക്കാർക്ക് സാന്ത്വനം കൊടുത്ത് അള്ളാന്റെ ദീൻ നമ്മളെ ഒരു വാക്കയിൽ പറഞ്ഞാൽ അള്ളാന്റെ ദീൻ പഠിച്ച് അത് പഠിപ്പിച്ച് അതിനുവേണ്ടി പ്രതിരോധം തീർത്ത് അതിനുവേണ്ടി മുനാകശ നടത്തി, മുനാദറ നടത്തി, ഭക്ഷണം തെറ്റി, ഉറക്കം തെറ്റി, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ പ്രശ്നം? പോണോടത്തോളം പോട്ടെ. നമ്മളെ ഒരു അള്ളാഹു ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഈ ഹിക്കമിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അള്ളാഹു നമ്മളെ ഓരോ ഇടങ്ങളിൽ ചുമതലകൾ കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങാതെ നമ്മുടെ സ്വന്തം സൗകര്യങ്ങൾ വല്ലാതെ നോക്കാതെ നമ്മളെ പണിയെടുക്കണം. നമ്മുടെ കാര്യം തീരുമ്പോ ഫലമ്മാ ഖളാ നഹ്ബഹു, അപ്പൊ അള്ളാഹുവിന് പകരം അള്ളാഹു അതിന് പരിഹാരം കാണും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഓരോരുത്തരും വിചാരിക്കേണ്ടത് ഇപ്പൊ ഇത് ചെയ്യൽ എന്റെ കടമയാണ്. പഠിക്കലാണെങ്കിൽ പഠിക്കൽ, പഠിപ്പിക്കലാണെങ്കിൽ പഠിപ്പിക്കൽ, മാനേജ് ചെയ്യലാണെങ്കിൽ മാനേജ് ചെയ്യൽ, അത് എന്റെ പണിയാണെന്ന് വിചാരിക്കണം. ഒരു നല്ല യാത്രയിലാണ് നമ്മളുള്ളത്. അള്ളാഹു യാത്ര പൂർത്തീകരിക്കുമാറാവട്ടെ.